ലോകത്തിൽ രണ്ട് നിലകളിൽ ജീവിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. ഒന്ന്, കാഴ്ചയാലുള്ള ജീവിതം നയിക്കുന്നവർ. രണ്ടാമത്തേത്, വിശ്വാസത്താലുള്ള ജീവിതം നയിക്കുന്നവർ. കാഴ്ചയാലുള്ള ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. വിശ്വാസത്താലുള്ള ജീവിതത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും പ്രത്യേകതകളുമുണ്ട്. കാഴ്ചയാലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് സത്യം, കാണാത്തത് മിഥ്യയാണ്, സത്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന അഭിപ്രായമുള്ളവരുടെ ജീവിതമാണ് കാഴ്ചയാലുള്ള ജീവിതം. കാണുന്ന കാര്യങ്ങൾ മാത്രമേ അവർ വിശ്വസിക്കൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് സാധ്യമല്ല. ദൈവമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഈ കാണുന്ന സകല അഖിലാണ്ടത്തെ നിർമ്മിച്ചത് ദൈവമാണ് എന്ന് പറയുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് സാധ്യമല്ല. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, ദൂതന്മാരുണ്ടെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് മാത്രമാണ് വിശ്വസിക്കുവാൻ അവർക്ക് സാധിക്കുന്നത്. ഇതിൽ അടിസ്ഥാനപ്പെട്ട അനേക തത്വശാസ്ത്ര ചിന്തകൾ ലോകത്തിൽ അതാത് സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തത്വശാസ്ത്രങ്ങളിൽ അടിസ്ഥാനപ്പെട്ട അനേക രാഷ്ട്രീയ പാർട്ടികൾ വരെ ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ ദൈവവചനം അങ്ങനെയുള്ളവരെ മൂഢൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 53-ാം സങ്കീർത്തനത്തിൽ നാം അത് കാണുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഈ ലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവ് അവരുടെ ഉള്ളിലുണ്ടെന്നും അവർ മരിക്കുന്നതായ സമയത്ത് ആ ആത്മാവ് പ്രാണനോടുകൂടെ ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു എന്നും മനസ്സിലാക്കുവാനുള്ള ത്രാണി അവർക്കില്ല. അവരെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് മരണത്തിന് നിയമിക്കപ്പെട്ടവർ അല്ലെങ്കിൽ മരണത്തിന് വിധിക്കപ്പെട്ടവർ എന്നാണ്. 2 വാക്യങ്ങളാണ് അതിൻ്റെ ആധാരം. അതിലൊന്നാമത്തേത് 79-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യവും 102-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യവുമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മരണത്തിന് നിയമിക്കപ്പെട്ടവർ എന്നും മരണത്തിന് വിധിക്കപ്പെട്ടവർ എന്നുമാണ്. അതേത് മരണമാണ്? നിത്യമായ മരണമാണ്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാലും പിന്നീട് നിത്യമായ ഒരു മരണം അവർക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ആ മരണത്തെ സംബന്ധിച്ച് കാണുന്നുണ്ട്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നെഴുതിയിരിക്കുന്നു. ഈ ലോകത്തിലെ മരണം എന്ന് പറയുന്നത് ശരീരത്തിന് സംഭവിക്കുന്ന മരണമാണെങ്കിൽ 2-ാമത്തെ മരണം ആത്മാവിന് സംഭവിക്കുന്ന ദുര്യോഗമാണ്. അത് ദൈവത്തോട് ചേരാതെ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നതിനെയാണ് 2-ാമത്തെ മരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ കാണുന്നതിൽ മാത്രം വിശ്വസിച്ച് മുൻപോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അവസാനമായി ചെന്നെത്തുന്നത് നിത്യമായ നരകാഗ്നിയിലാണ് എന്ന് ദൈവവചനം സംശയമില്ലാതെ വ്യക്തമാക്കുകയാണ്. ഇനി വിശ്വാസത്താലുള്ള ജീവിതം എന്താണെന്ന് നോക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വാസ്തവത്തിൽ ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ എല്ലാവരെ കൊണ്ടും സാധിക്കുകയില്ല. കൃത്യമായ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്കും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ സാധ്യമല്ല. അതോട് ചേർന്ന് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. എല്ലാ വിശ്വാസികളും യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. എന്നാൽ എല്ലാ ക്രിസ്ത്യാനികളും യഥാർത്ഥ വിശ്വാസികളല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വാസ്തവത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന വ്യക്തിയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ലോകം ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കുന്നത് വാസ്തവത്തിൽ വിശ്വസിക്കുന്നവരെ ആകണമെന്നില്ല. ക്രിസ്ത്യ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് ഒരുപക്ഷെ ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ടാകാം. അവർക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നുമില്ല. ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ആ സ്ഥാനത്ത് മറ്റു പലരെയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് ലോകം വിശേഷിപ്പിക്കുന്നത് വാസ്തവത്തിൽ എത്രയോ വലിയൊരു വിരോധാഭാസമാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്തു ഭക്തർ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കൾ, വിശ്വാസത്താൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവർ, കാഴ്ചയാലുള്ള ജീവിതത്തിൽ വിശ്വസിക്കാത്തവർ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ.
അവരാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ. ഈ വിശ്വാസികൾ ഏതെങ്കിലും ഒരു സഭയിലുള്ളവർ മാത്രമല്ല. എല്ലാ സഭകളിലും വിശ്വാസത്താൽ ജീവിക്കുന്നവരുണ്ടാകാം. സഭ എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിൽ നാം അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നു. അത് രക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ ദൈവം സഭയിലേക്ക് ചേർക്കുന്നു. അത് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന സാർവത്രിക സഭയാണ്. ദ യൂണിവേഴ്സൽ ചർച്ച് എന്ന് നാം അതിനെ ഇംഗ്ലീഷിൽ സംബോധന ചെയ്യുന്നു. അങ്ങനെ സാർവത്രിക സഭയിൽ ഒരംഗത്തെ ചേർക്കുന്നത് മനുഷ്യരാരുമല്ല, ദൈവം തന്നെയാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന അതേ സമയത്ത് സ്വർഗത്തിൽ അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുകയും അവനെ സാർവത്രിക സഭയിലേക്ക് കർത്താവ് ചേർക്കുകയും ചെയ്യുന്നു. ആ സഭയാണ് ക്രിസ്തുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുന്ന സഭ. രണ്ടാമത്തേത് പ്രാദേശിക സഭകളാണ്. നമ്മുടെ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുവാനുള്ള സൗകര്യത്തിനു വേണ്ടി അതാതിടങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി ചേർന്നുണ്ടാകുന്ന സഭകളാണ് പ്രാദേശിക സഭകൾ. പ്രാദേശിക സഭകളിൽ മുൻതൂക്കം വിശുദ്ധന്മാരായ ദൈവമക്കൾക്ക് തന്നെയാണ്. എന്നാൽ പ്രാദേശിക സഭകളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളും വിശ്വാസ കുടുംബങ്ങളിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അംഗങ്ങളായെന്നും വരാം. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഈ അവിശ്വാസികളെയാണ് ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നതും വിശ്വാസ സമൂഹം എന്ന് പരിചയപ്പെടുത്തുന്നതും. എന്നാൽ അവരല്ല വിശ്വാസികൾ. ദൈവവചനം പറയുന്നു, വിശ്വാസത്താൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ദൈവമക്കളാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്താണ് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രത്യേകത? എബ്രായ ലേഖനം 11-ാം അധ്യായം മുഴുവനായി നാം വായിക്കുമ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് എബ്രായ ലേഖനകാരൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വിശ്വാസം. എന്ത്? ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം അദൃശ്യമായ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നാം വിശ്വസിക്കുന്നു. രണ്ടാമത്തെ അടിസ്ഥാനം 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിങ്ങനെയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയാണ് വിശ്വാസി. ഇനി കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിൻ്റെ അടിസ്ഥാനവും എബ്രായ ലേഖനകാരൻ അതിൻ്റെ 11-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഉദാഹരണ സഹിതം താൻ വിവരിച്ചിരിക്കുകയാണ്. അതാരൊക്കെയാണ്? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാബേലിൻ്റെ കാര്യം വിവരിച്ചിട്ടുണ്ട്, ഹാനോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നോഹയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു, അബ്രഹാമിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു, സാറയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു, യാക്കോബ് വിശ്വാസത്താൽ ചെയ്തത് എന്താണ് എന്നെഴുതിയിട്ടുണ്ട്, യോസേഫ് വിശ്വസിച്ചുകൊണ്ട് ചെയ്തത് എന്താണ് എന്നെഴുതിയിരിക്കുന്നു, മോശയുടെ അമ്മയപ്പന്മാർ വിശ്വാസത്തോടുകൂടെ എന്ത് ചെയ്തു എന്നെഴുതിയിരിക്കുന്നു, മോശ താൻ വിശ്വാസത്താൽ എന്താണ് ചെയ്തതെന്നെഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ജനം, രാഹാബ് എന്നിവരെല്ലാം വിശ്വാസത്താൽ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് വിശ്വാസത്താൽ നടന്നത് എന്ന് വളരെ വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. അത് കാഴ്ചയാലുള്ള ജീവിതമല്ല, സുഖസമൃദ്ധി മാത്രം എല്ലായ്പ്പോഴും അനുഭവിക്കുന്ന ജീവിതമല്ല. ഒരു പക്ഷേ കഷ്ടതയുണ്ടാകാം, ഞെരുക്കമുണ്ടാകാം, രോഗമുണ്ടാകാം, പട്ടിണിയുണ്ടാകാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായെന്നിരിക്കാം. എന്നാൽ കഷ്ടതയുടെ മധ്യത്തിലും കൈവിടാത്ത കർത്താവിൻ്റെ സ്വർഗീയമായ കരത്തിൻ്റെ തലോടൽ അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് വിശ്വാസ ജീവിതം. ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവ് കൂടെയുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസം നമ്മെ മുൻപോട്ട് നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ധൈര്യപ്പെടുത്തുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്നെഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം എല്ലാ ദിവസവും മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ധൈര്യപ്പെടുത്തുന്ന ജീവിതമാണ് വിശ്വാസ ജീവിതം. ഏതൊരു പ്രതിസന്ധിയുടെ മുൻപാകെ പിടിച്ചു നിൽക്കുന്ന അനുഗ്രഹീതമായ ജീവിതമാണ് വിശ്വാസ ജീവിതം.
ഈ ലോകത്തിലെ ആയുസ് എപ്പോഴവസാനിച്ചാലും അടുത്ത നിമിഷം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിത്യതയെ സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ പ്രത്യാശയുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. ഈ ലോകത്തിലെ അനേക ജ്ഞാനികളെ ദൈവം മൂഢന്മാർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ ജീവിക്കുന്ന ദൈവമക്കളെ ദൈവവചനം വിശേഷിപ്പിക്കുന്നത് ബുദ്ധിമാന്മാർ എന്നാണ്. ഇന്നത്തെ ദിവസം ആ വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏതൊരു പ്രതിസന്ധിയുടെ മുൻപാകെ പതറാതെ പിടിച്ചു നിൽക്കുവാൻ, ധൈര്യത്തോടെ ജീവിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിശ്വാസ ജീവിതത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഞങ്ങളുടെ വിശ്വാസത്താൽ ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ലോകപ്രകാരം അനേക ആയിരക്കണക്കിന് ആളുകൾ കാഴ്ചയിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ലോകത്തിൽ കാണുന്നതല്ല സത്യം, കാണാത്തതാണ് സത്യമെന്നും നിലനിൽക്കുന്നതെന്നും ഈ ജീവിതത്തിന് അപ്പുറമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയമായ ജീവിതം അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നുവെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഇതേവരെ സത്യം മനസ്സിലാക്കാത്ത ആരെങ്കിലും ഈ വചനം ശ്രവിച്ചുവെങ്കിൽ കർത്താവെ, അവരുടെ ഉള്ളിൽ അവിടുത്തെ ആത്മാവ് പ്രവർത്തിച്ച് വിശ്വാസത്താലുള്ള ജീവിതത്തിലേക്ക് വരുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ അവരെ സഹായിക്കണമേ എന്നടിയങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.